അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? അള്ളാഹുവേ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ? ഉറക്കെ പറഞ്ഞാതി. എന്തു പറയുന്നവനെ? എന്തു പറയുന്നവനെ? ഒന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. എന്താ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽതു അലല്ലാഹ്. പറയാറുണ്ട് ചിലര്, അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അള്ളയാ പറഞ്ഞേ. എടാ, നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്. നിങ്ങൾ